ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. തന്ത്രി പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽപ്പെടുന്ന ആളാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. സർക്കാർ അറസ്റ്റ് ചെയ്തത് പ്രതികാരം തീർത്തു എന്ന തന്ത്രിയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് എം വി ഗോവിന്ദന്റെ വിമർശനം. തന്ത്രിയുടെ ഒരു പ്രതികരണം അതിൽ കൂടി, അതായത് യുവതീ പ്രവേശനത്തെ അർജുൻ കല്യാട് വിവരങ്ങളുമായുണ്ട്. അർജുൻ, കുറച്ച് കടന്ന ഒരു പ്രതികരണമാണ്. മാത്രമല്ല അതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഏറെ പ്രഹരശേഷിയുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തന്ത്രി കോടതിയിൽ വാദിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും BJPയുടെ ഭാഗത്തുനിന്നും ഒക്കെ പ്രതികരണം വരുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രതികരണം പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന്. മധു, തീർച്ചയായും അത് തന്നെയാണ്. നേരത്തെ തന്ത്രിയെ ഈ SIT സംഘം അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കോൺഗ്രസും BJPയും ഒക്കെ തന്ത്രി രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റാണ് നടക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് നേതാക്കളുടെ അറസ്റ്റ്, ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും അതുപോലെ തന്നെ ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റിനെ വഴിതിരിച്ചു വിടുന്നതിനുള്ള ശ്രമമാണ് ഈ SIT സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ ഒന്നും തന്നെ CPIMന്റെ ഭാഗത്തുനിന്ന്, ഇടത് നേതാക്കളുടെ ഭാഗത്തുനിന്ന് വളരെ കരുതലോടുകൂടിയുള്ള പ്രതികരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറയുന്നത് തന്ത്രി പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽപ്പെട്ടയാളാണ്. അതായത് അതിരൂക്ഷമായ രീതിയിലുള്ള ഒരു വിമർശനമാണ്, ആരോപണമാണ് ശബരിമല തന്ത്രിക്ക് നേരെ ഇപ്പോൾ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഉയർത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, അതായത് എം വി ഗോവിന്ദന്റെ ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസിന്റെയും BJPയുടെ നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉയരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തന്ത്രി കോടതിയിൽ ഉൾപ്പെടെ ഈ രാഷ്ട്രീയ പ്രേരിതമായ രീതിയിൽ നേരത്തെ BJP നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ പറഞ്ഞതുപോലുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അറസ്റ്റാണ് തനിക്കെതിരെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം കോടതിയിൽ ഉൾപ്പെടെ സൂചിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം ഒരു പ്രതികരണം CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് രാഷ്ട്രീയ കേരളം കാണുന്നത്. എന്തായാലും ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനം CPMനെതിരെയും അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയും ഈ പറയുന്ന കോൺഗ്രസും BJPയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഉയർത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്രയും ഗൗരവമായിട്ടുള്ള, അത്രയും വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത്. തന്ത്രി പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽപ്പെട്ടയാളാണ്, അവരുടെ വാദങ്ങൾക്കൊന്നും തന്നെ മറുപടിയില്ല എന്ന രീതിയിലായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം. അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാവുന്ന ഒരു പ്രതികരണം തന്നെയാണ്. മാധു, ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ മാധ്യമങ്ങളോട് വിശദമായി പ്രതികരിച്ചതിന് ശേഷം അദ്ദേഹം കടന്നു പോവുകയായിരുന്നു. മാധ്യമപ്രവർത്തകർ തന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു പരാമർശമുണ്ടായത്. എന്തായാലും അത് വളരെ ഗൗരവ സ്വഭാവമുള്ള ഒരു പരാമർശമാണ്. സ്വാഭാവികമായും തുടർ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.